ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള എംഎഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട്, അതായത് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ടീച്ചിങ് മേഖലയിൽ ഏകദേശം 2030 അതായത് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ടീച്ചിങ് മേഖലയിൽ ഓൾമോസ്റ്റ് എല്ലാ വിഭാഗങ്ങളിലും ക്വാളിഫിക്കേഷൻ ബി.എഡ് കോഴ്സ് ആക്കുന്നത് കൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ എംഎഡ് കോഴ്സിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എംഎഡ് കോഴ്സ് ബി.എഡ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എംഎഡ് കോഴ്സ് എടുക്കുക എന്നുള്ളത് ഒരുപാട് സാധ്യതകൾ വരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണ് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് എംഎഡ്. അപ്പം നിലവിൽ 2024 ഈ അക്കാഡമിക് ഇയറിൽ കേരളത്തിൽ നിലവിൽ അപേക്ഷ പിടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട്, അതായത് വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ട് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് CAT MG 2024 എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സീറ്റാണ് ഇപ്പം നിലവിൽ വിളിച്ചിട്ടുള്ളത്. അതായത് MG യൂണിവേഴ്സിറ്റിയാണ്. അതായത് CAT MG 2024 അടിസ്ഥാനമാക്കിയിട്ടാണ് എംഎഡ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. കൂടാതെ കേരളത്തിൽ മറ്റ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, കേരള, കണ്ണൂർ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ, അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള അഡ്മിഷൻ നിലവിൽ വിളിച്ചിട്ടില്ല. അത് ഏകദേശം സാധാരണ അഡ്മിഷൻ സമയം, അതായത് ജൂൺ, ജൂലൈ ആ സമയങ്ങളാണ് ജനറൽ വിഭാഗം അഡ്മിഷൻ വിളിക്കാറുള്ളത്. അപ്പോൾ നിലവിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് MG യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ്, അത് CAT എക്സാം വഴിയുള്ള അഡ്മിഷൻ സമയം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ട് മുമ്പ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് CAT MG 2024 ഓൺലൈൻ അപേക്ഷ എങ്ങനെയാണ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എംഎഡ് കോഴ്സ് ബി.എഡിൽ മിനിമം, അതായത് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ബി.എഡ് കോഴ്സിൽ മിനിമം ഒരു 50% മാർക്കോടുകൂടെ പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന എംഎഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിലവിൽ ബി.എഡ് കോഴ്സ് നിലവിൽ ബി.എഡ് കോഴ്സ് 3-4 സെമസ്റ്ററുകളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുള്ള എംഎഡ് 2024 ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ മാർച്ച് ലാസ്റ്റ് വരെ, ഏകദേശം മാർച്ച് 30 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷാ സമയമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ സമയമെടുത്ത് നിങ്ങൾ കൊടുക്കുക. പ്രത്യേകം പറയുവാനുള്ളത്, ജസ്റ്റ് നിങ്ങൾ ബി.എഡ് കഴിഞ്ഞ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും CAT MG എംഎഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എംഎഡ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള എംഎഡ് കോഴ്സാണ്. ഇനി നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളുടെയും എംഎഡ് കോഴ്സിൻ്റെ അപേക്ഷ ഏകദേശം നേരത്തെ പറഞ്ഞു ജൂൺ, ജൂലൈ സമയത്ത് വിളിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാം. അതേപോലെ എംഎഡ് കോഴ്സ് കേരളത്തിന് പുറമേയുള്ള കേരള PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും എംഎഡ് കോഴ്സ് എടുക്കുവാൻ, അതേപോലെ തന്നെ ബി.എഡ് കോഴ്സ് എടുക്കുവാനും വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് കരിയർ സഹായിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ എംഎഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് MG യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. എംഎഡ് കോഴ്സിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി.എഡ് കോഴ്സിൻ്റെ പ്രാധാന്യം കൂടുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസ വകുപ്പ് ബി.എഡ് കോഴ്സിൻ്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും അതോടനുബന്ധിച്ച് ബി.എഡ് കോഴ്സ്, അതായത് ബി.എഡ് കോളേജിൽ പഠിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യത എന്ന് വെച്ചാൽ എംഎഡ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എംഎഡ് കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബി.എഡ് കോളേജിൽ കൂടി ടീച്ചിങ് വേക്കൻസി ഒരുപാട് സാധ്യതകൾ കൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ എംഎഡ് കോഴ്സ് കൂടി നിങ്ങൾ ബി.എഡ് കഴിഞ്ഞവർ പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി വെക്കുക. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പുതിയ അപ്ഡേറ്റുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റുകൾ, അതേപോലെ കേരളത്തിലെയും പുറത്തുമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് ഈ ചാനൽ അറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.